Good morning, all. Good morning, ma'am. Good morning, miss. Good morning. Good morning, ma'am. Good morning. അപ്പോൾ നമ്മള് സ്പില്ലേജ് വേസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ കഴിഞ്ഞു അല്ലേ? നമ്മൾ വായിച്ചു നോക്കിയായിരുന്നു. എന്തായാലും നമുക്ക് ലാസ്റ്റ് ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് 2 അതാണ് ഇന്ന് എടുക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? വായിച്ചിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? എല്ലാവരും തന്നെ സ്പില്ലേജ് വേസ്റ്റ് എടുക്കാം. നമ്മുടെ ഇന്നത്തോടുകൂടി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ അത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടന്നോട്ടെ. എന്താണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? അതില് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിരുന്നല്ലേ ഹസാർഡ് വേസ്റ്റ്, അതായത് ഭയങ്കര അപകടകരമായ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ചില പെർമിഷനൊക്കെ മേടിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ലോക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെഡറൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വേസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പെർമിഷനൊക്കെ മേടിക്കുന്നെങ്കിൽ അത്തരം പെർമിഷൻസ് ഒക്കെ മേടിച്ചതിന് ശേഷം മാത്രമേ ആ വേസ്റ്റ് നശിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ അതുമാതിരി തന്നെ നമുക്കറിയാം വർക്കേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയൺമെന്റിന്റെ പ്രകൃതിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് തന്നെ ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇപ്പൊ എവിടെയാണ് എന്ത് എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിലും അത് ഉണ്ടാവും അല്ലെ. നമ്മുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൂല്യമുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റലിലാണെങ്കിലും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതേമാതിരി തന്നെ ചിലപ്പോൾ അവിടെയുള്ള പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പ് നൽകുന്നതായിരിക്കും. ഒരുപക്ഷെ പ്രകൃതി എൻവയൺമെന്റിന് എന്തെങ്കിലും പൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അതുമായി എഫക്ട് വരികാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില റെഗുലേഷൻസ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ചില റൂൾസുകൾ, ചില നിയമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നമ്മൾ പാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. കംപ്ലൈൻസ് എന്ന് വെച്ചാൽ പാലിക്കേണ്ടതുണ്ട്. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് എൻവയൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഗൈഡ് ലൈൻസ്. അതായത് ചില മാനദണ്ഡങ്ങളുടെ ആ ഒരു ഹെൽത്തിന്റെ എന്ന് വെച്ചാൽ ആരോഗ്യപരമായ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതേമാതിരി തന്നെ പ്രകൃതിക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചില ആക്ട് വഴിയായിട്ടാണ് അതൊക്കെ നടപ്പാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. Here are some important features aspect of the റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. കുറച്ച് ആക്ടുകൾ നമുക്കറിയാം, ഒരുപാട് ആക്ടുകളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ. അതിൽ ചില ആക്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരുന്നതാണ്. നമുക്കറിയാം എന്തായാലും ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിന്റെ ബേസിലാണ് കുറച്ച് ആക്ടുകൾ നടപ്പാക്കുന്നത്, കുറച്ച് നിയമ നടപടികൾ വരുന്നത്. ആ നിയമങ്ങൾ പാലിച്ച് തന്നെ വേണം ഈ വേസ്റ്റുകളും കൈകാര്യം ചെയ്യും. ഒരുപക്ഷെ ചിലപ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമാവാതിരിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കും. എന്ത് തന്നെയായാലും ചില നിയമങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പാലിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്രത്യേകമായ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിന്റ് ആദ്യം നോട്ട് ചെയ്യുക. കാരണം അതിലാണ് ഗൈഡ് ലൈൻ പറയുന്നത്. ഈ ഗൈഡ് ലൈനിന്റെ അണ്ടറിലാണ് ഈ ആക്ടുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിന്റ് ആദ്യം പറയാം. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA ഗൈഡ് ലൈൻ.
ഫുൾ ഫോം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈനിൽ പറയുന്ന തരത്തിലുള്ള അതിന്റെ അണ്ടറിൽ വരുന്ന ആക്ടുകൾ എന്തൊക്കെയാണോ ആ ആക്ടുകളെല്ലാം പാലിച്ചു പോകാൻ എല്ലാ വ്യക്തികളും, അതായത് ഹോസ്പിറ്റലാണെങ്കിലും മറ്റേത് ഇൻഡസ്ട്രി ആണെങ്കിലും അത് ബാധ്യസ്ഥരാണ്. ആ ആക്ടിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ പറയുന്നത് അതനുസരിച്ച് അത് പാലിച്ചു പോകാനായിട്ട് നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങുന്നവരാണെങ്കിലും നിർബന്ധിതരാണ്. അപ്പൊ അതാണ് പറയുന്നത് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ. ദ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ വേസ്റ്റുകളെല്ലാം ഡേഞ്ചറസ് ആയതുകൊണ്ട്, അത് അപകടകരമായതുകൊണ്ട് തന്നെ എന്താണ് ഈ ഗൈഡ് ലൈൻസിൽ പറയുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ പാലിക്കാനായിട്ട് ഹോസ്പിറ്റലുകാരും ബാധ്യസ്ഥരാണ്. ഹോസ്പിറ്റൽസ് മസ്റ്റ് abide these guideline to keep away from fines and the penalties. നമ്മളത് ആ ഒരു ഇത് പാലിക്കേണ്ട ആവശ്യകത നമുക്കുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു നമുക്കറിയാം ഏതായാലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചു കൊണ്ടുപോകണം അല്ലെ. അപ്പൊ ആ തീർച്ചയായിട്ടും അത് പാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്താണ് അവിടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് തന്നെയാണ് ഇവരുടെ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഫൈനുകളോ പെനാൽറ്റീസോ ഈടാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ പോയിന്റ് ഓർത്ത് വെക്കുക. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ ആണ് EPA എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതല്ല എങ്കിൽ ഫൈൻ അടയ്ക്കാനോ പെനാൽറ്റി ഈടാക്കാനൊക്കെയുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. അതിൽ പറയുന്നത് ഫെഡറൽ ആൻഡ് ഓക്കെ അല്ലേ, കണ്ടിന്യൂ ചെയ്ത് പോകാലോ? ക്ലിയർ ആയി പോകുന്നില്ലേ? ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്, അതിന്റെ നിയമ നടപടികൾ അല്ലെ. നമ്മുടെ ഭരണപരമായിട്ടും അതേമാതിരി സംസ്ഥാനത്തിന്റെ കുറെ നിയമങ്ങളിലാണ് ഇതിൽ പറയുന്നത്. ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് സ്പില്ലേജ് വേസ്റ്റ്. അതിലും എന്താണ് സ്പില്ലേജ് വേസ്റ്റ്, അതായത് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഈ നിയമ നടപടികളിലുണ്ട്. എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ കിട്ടുന്ന ഉറവിടങ്ങളെല്ലാം ആ വിഭവശേഷികളെല്ലാം നമുക്ക് വ്യത്യസ്ത രീതിയിൽ നശിപ്പിച്ച് കളയാനോ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാനോ പാടില്ല അല്ലെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും, നമുക്ക് പ്രകൃതിയുള്ള കാടാണെങ്കിലും മണ്ണാണെങ്കിലും വെള്ളമാണെങ്കിലും അത് ഒരുപാട് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുമില്ല. അതേമാതിരി തന്നെ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഉറപ്പുവരുത്തുന്ന കുറച്ച് നിയമ നടപടികളുണ്ട്. ഇത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് RCRA എന്നുള്ള അതില് പറയുന്ന ഇത് ഫോളോ ചെയ്യാനായിട്ട് ആ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന്, അതിന്റെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളാണ്. അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട്, അതായത് വിഭവങ്ങളെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. Then the occupational safety and health administration, അതിലെന്താണ് അത് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാക്ടാണ്. occupational safety and health administration. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ഗൈഡ് ലൈനിന്റെ അണ്ടറിലായിരിക്കും എന്ത് നമ്മുടെ RCRA എന്നുള്ള ഒരു ആക്ട് ഒക്കെ വരുന്നത്. അത് എങ്ങനെയാണ് ഈ ഇതുകളെല്ലാം വിഭവശേഷി ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പൊ അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ചിട്ട് അവിടെ എന്തൊക്കെ സ്ഥാപിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അവിടുത്തെ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതേ രീതിയിൽ മാത്രമേ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അതായത് ആരോഗ്യപരമായത്. അപ്പൊ പേഷ്യൻസിന്റെ മാത്രമല്ല
നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം കൂടി സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. നമുക്കിപ്പോ HIV പോലെയുള്ള രോഗമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് പിടിപെട്ടതെങ്കിൽ എന്താണ് അവർക്ക് അതിന്റെ നമുക്കറിയാതെ എന്റെ ബ്ലഡിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് മൂലമാണ് നഴ്സിന് കിട്ടിയത് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും അത് ബാധിച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിയമ നടപടികൾക്ക് വിധേയമാകാനായിട്ടുള്ള അവസരം കൂടിയാണ് ഈ ആക്ട് വഴി കിട്ടുന്നത്. അപ്പൊ ഈ ആക്ടിൽ പറയുന്ന എന്തൊക്കെയാണോ അതെല്ലാം പാലിക്കാനായിട്ട് ഇവര് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറാവണം എന്നുള്ളതാണ്. അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്സ്, അതായത് ബ്ലഡിൽ കൂടെ പകരാവുന്ന അണുക്കൾ, അതുമായി ബന്ധപ്പെട്ട അണുക്കൾ വഴി എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ബാധിക്കുകയാണെങ്കിൽ അതിന്റെ നിയമ നടപടികൾക്ക് വിധേയമാക്കാനും നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറാവേണ്ടതുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ 2-3 ആക്ടുകളുടെ കാര്യം എന്തായാലും മനസ്സിലാക്കി പഠിക്കുക. അതായത് RCRA അല്ലെങ്കിൽ OSH എന്നൊക്കെ ഉള്ളത് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിസോഴ്സസ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ് RCRA എന്നുള്ളത്. OSH എന്ന് പറയുന്നത് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മറ്റൊന്ന് പ്രകൃതിക്ക് വേണ്ടിയിട്ട്, പ്രകൃതിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് കൂടിയാണ്. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആക്ട് നമ്മൾ നേരത്തെ കണ്ടു, അതൊരു ഗൈഡ് ലൈൻ ആണ്. ആ ഗൈഡ് ലൈനിന്റെ അണ്ടർ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ആക്ടുകളെല്ലാം രൂപം കൊള്ളുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഹോസ്പിറ്റൽ മസ്റ്റ് ഗെറ്റ് പെർമിറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ടു ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് വില്ലേജ് വേസ്റ്റ്. മിക്ക പോയിന്റിലും അല്ലെ, നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാമായിരുന്നു അല്ലെ, എല്ലാ ഇതിലും പോയിന്റ് ബൈ ആയിട്ട് പറയുന്നുണ്ട് ലോക്കലിന്റെ അല്ലെങ്കിൽ ഫെഡറലിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പെർമിഷനോട് കൂടിയിട്ട് അത്തരം വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്ന നദിയിലേക്ക് ഒഴുക്കി വിടാനുള്ള പെർമിഷനൊന്നും ഹോസ്പിറ്റലിൽ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് കൃത്യമായ പെർമിഷനോട് കൂടി കൃത്യമായ രീതിയിൽ മാത്രമേ അത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനിൽ പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് who manipulate this village waste must get training and certification in dangerous waste management and disposal procedure to ensure compliance with the regulations. അതായത് ഇതില് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മാനിപ്പുലേറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വില്ലേജ് വേസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായ ഒരു ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻസും വേണം. ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം ഒരു പെട്ടെന്നായിരിക്കും ഈ വേസ്റ്റുകളുടെ ഒരു സംഭവം ഉണ്ടായി വരുന്നത് അല്ലെ, അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ അവര് അത് കൃത്യമായിട്ടൊരു ചെറിയൊരു ട്രെയിനിങ് എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. To ensure compliance with the regulations. നിയമ നടപടികൾക്ക് വിധേയമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണമെന്നുള്ളത്. വേസ്റ്റുകൾ എന്തെങ്കിലും വില്ലേജ് വേസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അത് ഒരു ട്രെയിനിങ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. അവര് കൃത്യമായ രീതിയിലാണ് റെഗുലേഷൻസ് നിയമ നടപടികൾക്ക് വിധേയമായിട്ടാണ് ഇത്തരം വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റെക്കോർഡ് കീപ്പിംഗ്. നമുക്കറിയാം hospitals must keep records of village waste management activities that includes documentation of spill, handling and disposal procedures and any follow-up actions already taken. അതായത് നമുക്കറിയാലോ ഏത് വേസ്റ്റ് വരുമ്പോഴും അത് കൃത്യതയോട് കൂടിയിട്ടാണോ ചെയ്തതെന്ന് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇൻ കേസ് നമുക്കറിയാം ചില വില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ ഒരുപാട് ടൈമുകൾക്ക് ശേഷമായിരിക്കും. ചിലപ്പോൾ പേഷ്യൻസിനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് എന്തെങ്കിലും അസുഖമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കേസും കാര്യങ്ങളും വരുമ്പോഴായിരിക്കും ഇത് ഇന്ന പ്രോബ്ലംസ് കൊണ്ട് സംഭവിച്ചതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ എൻവയൺമെന്റിനെ എന്തെങ്കിലും ബാധിച്ചിരിക്കുന്നത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് കണ്ടെത്തുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അത് പിന്നീടായിരിക്കും ലീഗലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെ നിയമ നടപടികളൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് കൃത്യമായിട്ട് തന്നെയല്ല ഈ വേസ്റ്റിന്റെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്
കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെനാൽറ്റീസും അല്ലെങ്കിൽ ഫൈൻസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ തന്നെ അത് ലീഗലായിട്ട് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായ റെക്കോർഡുകളെല്ലാം എന്തായാലും ഹോസ്പിറ്റലുകൾ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കണം. റെക്കോർഡ് കീപ്പിംഗ് മസ്റ്റ് ആണ്. എന്താണ്? ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് റെക്കോർഡ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ഹോസ്പിറ്റലില് നമുക്കറിയാം അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിരിക്കണം. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ നശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 2-3 ദിവസം ആ ഭാഗം കൂട്ടിയിട്ട് അണുവിമുക്തമാക്കാൻ ഇട്ടുവോ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയാണ് പ്രിക്കോഷൻസ് ആണ്, മുൻകരുതലുകളാണ് പിന്നീട് അത് റൺ ചെയ്തപ്പോൾ എടുത്തിരുന്നത്. അങ്ങനെ പല സ്റ്റെപ്പുകളും ഉണ്ടല്ലേ, ആദ്യം തുടങ്ങി അവസാനം വരെ എങ്ങനെയാണ് വലിയ വലിയ സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചപ്പോൾ ആക്ഷൻ എടുത്തേന്നുള്ളത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻ ഓൾറെഡി ടേക്കൺ, എന്തെങ്കിലും നേരത്തെ കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും അല്ലെ നമുക്കറിയാം പിന്നെ സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ച് നേരത്തെ കൂട്ടി ചില സ്റ്റെപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ചില ഹോസ്പിറ്റലുകാർ നേരത്തെ കൂട്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്തു വെക്കും. അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെക്കോർഡുകൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ളത്. ഇൻസ്പെക്ഷൻ നമുക്കറിയാം അത് അന്വേഷണ വിധേയമാക്കണം അല്ലെ. നമ്മൾ ഒരു ഹോസ്പിറ്റലുകാരെ അവരവരുടെ റെക്കോർഡ്സ് മാത്രം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണമില്ല. അപ്പൊ ഇപ്പൊ നിയമ നടപടികൾക്ക് വിധേയമാകുമ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്ത പേഴ്സൺ അല്ലെ അവര് നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നോട്ട് ചെയ്യേണ്ടതുമാണ്. അപ്പൊ ഇൻസ്പെക്ഷനിൽ എന്താ പറയുന്നത്, റെഗുലേറ്ററി ഏജൻസീസ് oversees the inspection of a hospital to ensure compliance with the dangerous waste management regulations. Hospital must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspection. അപ്പൊ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അന്വേഷണ വിദഗ്ധർ എന്തായാലും ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവര് എന്തായാലും അന്വേഷണത്തിന് വരേണ്ടതുണ്ട്. അവര് വന്ന് കുറച്ച് നിയമ നടപടികളൊക്കെ കാര്യമായിട്ട് കൃത്യമായിട്ടാണോ ചെയ്തിട്ടുള്ളത് കാര്യം അന്വേഷിക്കും. ഇൻ കേസ് ഹോസ്പിറ്റൽ മസ്റ്റ് ബി റെഡി ഫോർ ദീസ് ഇൻസ്പെക്ഷൻ ആൻഡ് ഹാവ് എ പ്ലാൻ ഇൻ സ്പേസ് ടു റെക്ടിഫൈ. അവര് പരിശോധിച്ചിട്ട് എന്താണ് ഇൻസഫിഷ്യന്റ് ഐഡന്റിഫൈഡ്, എന്തെങ്കിലും അവർക്ക് കൃത്യമായ രീതിയിലല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നെന്തെങ്കിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവര് അത് കൃത്യമായിട്ട് തന്നെ അവരോട് കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റിനോടാണെങ്കിലും കൃത്യമായി തന്നെ പറയും. അത് കൃത്യമായ രീതിയിൽ സഫിഷ്യന്റ് ആയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തൃപ്തികരമായ രീതിയിൽ പാലിക്കാനായിട്ടും ആര് ബാധ്യസ്ഥരാണ്? മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ്. ഓക്കെ, അതിനാണ് എന്താണ് ഇൻസ്പെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. റെഗുലേറ്ററി ഏജൻസി ഓവർസീ ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ്. അവര് ഉറപ്പ് വരുത്തണം ഇതെല്ലാം കൃത്യമായ രീതിയിലാണ്, നിയമ നടപടികൾക്ക് വിധേയമായിട്ടാണ് എന്നുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസഫിഷ്യൻസി അവരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തിരിക്കും. അതും എന്തായാലും പിന്നീടാണെങ്കിലും സഫിഷ്യന്റ് ആയ രീതിയിൽ അവര് കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്, അതായത് എന്തെങ്കിലും ഹോസ്പിറ്റൽ നമ്മളിപ്പോ കൃത്യമായിട്ടല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് എന്തായാലും പെനാൽറ്റീസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ ദാറ്റ് ഫെയിൽ ടു അവോയ്ഡ് ബൈ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് മേ ഹാവ് ടു ഫേസ് ഫൈൻസ്, പെനാൽറ്റീസ് ആൻഡ് ലീഗൽ ആക്ഷൻസ്. അപ്പൊ എന്തെങ്കിലും അല്ലെ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെയല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ഈ വേസ്റ്റിന്റെ കൈകാര്യം ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് രീതിയിലല്ല എന്ന് എന്തെങ്കിലും നോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫൈൻസോ പെനാൽറ്റീസോ എന്തെങ്കിലും ലീഗൽ അല്ലെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു പോയിന്റും ഇതും കൂടെയുണ്ട്. പാരഗ്രാഫിൽ പറയുന്നത് കംപ്ലയൻസ് വിത്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് for spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അല്ലെ നമ്മള് കൃത്യമായിട്ടല്ല ചെയ്തിരിക്കണമെങ്കിലാണ്, അല്ലെങ്കിൽ ഹെൽത്തിന് കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എൻവയൺമെന്റിന് പൊല്യൂഷനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും പെനാൽറ്റീസ് ഒക്കെ വരുന്നത്. അല്ലാത്ത സമയം എന്താണ് നമുക്ക് ലീഗലായിട്ട് ഓർഗനൈസേഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം കൃത്യമായിട്ടാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെ. കംപ്ലയൻസ് വിത്ത് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് critical for safeguarding the environment,
ആൻഡ് പബ്ലിക് ഹെൽത്ത് ആൻഡ് അവോയ്ഡിംഗ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാൽറ്റീസ്. അത് ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ടും ബാധ്യസ്ഥരാണ്. Then a hospital must be up to date on regulations and guidelines, secure the required permits, provide training and certification to health workers, keep accurate record and prepare for inspections. നമുക്കറിയാം ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെ പുതിയ പുതിയ ആക്ടുകൾ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ ഇതുകളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വേസ്റ്റുകൾ വരുമ്പോൾ ഇന്ന രീതിയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന വേസ്റ്റ് വരുമ്പോൾ ഈ രീതി ഫോളോ ചെയ്താൽ മാത്രമേ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യം ചെയ്തു എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, ആക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ചിന്തിക്കാനും. ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു എന്താണ് നമ്മളുടെ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മോപ്പിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്സ് ഒക്കെ വരികയാണെങ്കിൽ അത് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ അണുക്കൾ നശിപ്പിക്കേണ്ടത് എന്ന് എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആ രീതി ഫോളോ ചെയ്യാനായിട്ട് നമ്മളുടെ ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും റെഗുലേഷൻസിൽ നടപടിക്രമങ്ങളിലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അങ്ങനെ കൃത്യമായ രീതിയിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് തന്നെ വേണം എന്ത് നമ്മുടെ വില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് എമർജിംഗ് ട്രെൻഡ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ടെക്നോളജിയുടെ കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ വേസ്റ്റിന്റെ പാഠമാണ് നമ്മളിപ്പോ ഇത്ര നാളും ഡിസ്കസ് ചെയ്തത്. ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ നൂതന ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ് ഇതിന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. ഫസ്റ്റ് വൺ പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണ്. ഇതിൽ എന്താ പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീയിങ് awarded to handle danger waste safely and skillfully. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ്, അപകടകരമായിട്ടുള്ള വേസ്റ്റുകൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കഴിവിറ്റ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. This can help lessen the risk of exposure for healthcare workers and make better the accuracy and speed to waste handling and disposal. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് എന്താണ് അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം ഫോർ ഹെൽത്ത് വർക്കേഴ്സിന് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണിത്. ഇതിലെന്താ പ്രധാനമായിട്ടും അവോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് പറയുന്നത് ഇതില് പ്രധാനമായിട്ടും this can lessen the risk exposure for healthcare workers and make better the accuracy and speed of waste. ഇതില് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കൃത്യമായ രീതിയിൽ തന്നെ ഈ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാലോ റോബോട്ടിക് ആയിട്ട് ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ റോബോട്ട്സ് വന്നിട്ടാണ് എന്ത് നമ്മുടെ ഡേഞ്ചറസ് വേസ്റ്റുകൾ തരംതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവര് സ്പീഡിലായിട്ടും ആക്യുറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യതയോടും കൂടിയിട്ട് തരംതിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് എന്താ ഹ്യൂമനെ സംബന്ധിച്ച് ഈ അപകടകരമായ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും സേഫ്റ്റി കിട്ടണമെന്ന് ഇതില്ല. അപ്പൊ റോബോട്ടുകളാവുമ്പോൾ എന്താണ് നമുക്കറിയാം
വർക്കേഴ്സിന്റെ ഹെൽത്ത് ഓക്കെയാണ് അല്ലെ, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റോബോട്ടിക് ആയിട്ടുള്ള മെഷീൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവയാണ് തരംതിരിക്കുന്നത്. അവരുടെ തരംതിരിവ് വരുമ്പോൾ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റ് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പിന്നിലേക്ക് നമുക്കറിയാലേ, നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ഹസാർഡ് വേസ്റ്റിലേക്ക് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് നിക്ഷേപിക്കേണ്ടതുണ്ട്. അപ്പൊ ആ റോബോട്ടുകൾ അതനുസരിച്ച് തന്നെ നിക്ഷേപിക്കും. അത് സ്പീഡിലും ആക്യുറസിയോട് കൂടിയിട്ടും നിക്ഷേപിക്കും എന്നാണ് ഈ ടെക്നിക്കിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷനിൽ പറയുന്നത് ദിസ് ടെക്നോളജി യൂസസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. ദിസ് ക്യാൻ ബി എഫക്റ്റീവ് ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ടു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് ഇതില് എവേർഡ് എന്നുള്ള മീനിങ് ചോദിച്ചത് ഇപ്പോൾ ഞാൻ നോക്കേണ്ടതാണ്. എവിടെയാണ് ഈ എവേർഡ് വന്നത്? എവേർഡ് നിങ്ങൾ അവിടെ ബീയിങ് അവേർഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് എന്നുള്ളതിന്റെ ഡെവലപ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ബീയിങ് ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ്. അവിടെ അവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു, വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ആ അവേർഡ് എന്നുള്ളത് നിങ്ങൾ മാറ്റി ചെയ്തേരെ ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? Robotic and automation. Robotic and automation technology are being awarded to handle dangerous waste എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളത് അവിടെ സൂട്ടബിൾ ആണ്. പിന്നെ അപ്പൊ ഡെവലപ്ഡ് ഓക്കെയാണ്. അപ്പൊ അത് വികസിപ്പിച്ചെടുക്കുന്നത് ഇത്തരത്തിലുള്ള സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. റോബോട്ടിക് ഓട്ടോമേഷൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആക്യുറേറ്റോടും കൂടിയിട്ടും സ്പീഡോടും കൂടിയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബയോറെമഡിയേഷൻ. ഞാൻ ഈ ചേഞ്ചസ് വരുത്തുന്നത് ഇന്നത്തെ നമ്മുടെ കയ്യില് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ചെറിയൊരു മിസ്റ്റേക്കുകൾ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് താഴേക്ക് നോക്കി വായിക്കേണ്ടതായിട്ട് വരുന്നത്. നോക്കാം. ബയോറെമഡിയേഷനിൽ എന്താണ്? ദിസ് ടെക്നോളജി യൂസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് to break down the dangerous waste. This can be an effective and environment friendly approach to spillage waste മാനേജ്മെന്റ്. അതായത് നമുക്ക് അറിയാം, ഫ്രണ്ട്ലി എന്ന് വെച്ച് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രീതിയിൽ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബയോറെമഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ടെക്നോളജി അനുസരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ദിസ് എഫക്റ്റീവ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെറിയ ബയോളജിക്കൽ പ്രോസസ്സോട് കൂടിയിട്ട്, അതായത് ചെറിയ നമ്മുടെ ഫംഗസും ചെറിയ ഇതുകളെ കൊണ്ട് തന്നെ വലിയ നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളുടെ ഇടയിലേക്ക് സൂക്ഷ്മജീവികളെ, ഫംഗസ് പോലെയുള്ള ജീവികളെ കൊണ്ട് തന്നെ ആ വേസ്റ്റുകളെ നശിപ്പിച്ച് കളയുന്ന രീതി. അതായത് നമുക്കറിയാം, വലിയ അണുക്കളുള്ള ആ ഒരു ബിഗ് സ്പില്ലേജ് വേസ്റ്റിനെ ചെറിയ സൂക്ഷ്മ ജീവികളെ അതിലേക്ക് നിക്ഷേപിച്ച് ആ അണുക്കളെ, അവിടെയുള്ള അണുക്കളെ, ഡേഞ്ചറസ് ആയിട്ടുള്ള അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ചോട് കൂടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ബയോറെമഡിയേഷൻ. ദിസ് ടെക്നോളജി യൂസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ്. അതായത് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ്. ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. വലിയ ആ ഡേഞ്ചറസ് വേസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി കൊണ്ടുവരുന്നു. അതായത് അതിലെ അണുക്കളെയൊക്കെ ചെറുതാക്കി അതായത് നശിപ്പിച്ചു കൊണ്ടുവരുന്ന ടെക്നിക്കാണ്. ദിസ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ടു സ്പില്ലേജ് വേസ്റ്റ്. ഇത് ഈ രീതി അനുസരിച്ചിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രീതിയിലാണ് സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. അതായത് ചെറിയ സൂക്ഷ്മ ജീവികളെ അവിടെ നിക്ഷേപിച്ച് അത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. അതിൽ എന്നുള്ള ആ പദം വെട്ടിക്കാതെ പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ എന്താ പറയുന്നത്? പ്ലാസ്മ ഗാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് യൂസ് ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ് ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് കമ്പോണൻസ്. അതായത് ഇതിലും എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? കൃത്യമായ രീതിയിൽ തന്നെ ആ വേസ്റ്റുകൾക്ക് ഒരു ഹൈ ടെമ്പറേച്ചർ, ഒരു നല്ല ചൂട് കൊടുത്ത് അതിലെ അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ്.
പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൊടുത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, എന്ത് വലിയ അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകളെ കുറച്ചു കൊണ്ടുവരുന്നത്, അതായത് അവിടുത്തെ അണുക്കളെ നശിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതില് പറയുന്നത് ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ് ഇൻടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂട്ട് കോമ്പോണൻസ്. അപ്പൊ എത്രത്തോളം ചൂട് എത്രത്തോളം അണുക്കൾക്ക് കൊടുത്ത് അണുക്കളെ നശിപ്പിച്ചു കൊടുക്കുന്നു ആ രീതി അനുസരിച്ചിട്ട് തന്നെയാണ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ ചെയ്യുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്, ഡിസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആൻഡ് ഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ വീടുകളിൽ ഒരുപാട് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ അത് കത്തിച്ച് നശിപ്പിക്കും അല്ലെ. അത് ഏതെങ്കിലും ഒഴിഞ്ഞ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്ന് കത്തിച്ച് ചൂട് കൊടുത്തിട്ട് നശിപ്പിക്കും. അപ്പൊ നശിപ്പിച്ചു കഴിയുമ്പോഴെന്താണ് അത് ചെറിയ ചാരമായിട്ട് മാറും. ഇൻ കേസ് വാല്യബിൾ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്താണ് ആ ചാരത്തിനോടൊപ്പം കിടപ്പുണ്ടാവും. അത് നമ്മൾ റീയൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റീസൈക്ലിംഗ് നടത്തിയിട്ട് ചിലപ്പോൾ ഉപയോഗിച്ചും വരും. കത്തിച്ച് നശിച്ചു പോകാൻ പറ്റുന്ന ചവറും കാര്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. മെറ്റല് പോലെയുള്ള സംഭവങ്ങൾ എന്താണ് നഷ്ടപ്പെടുകയില്ല. അത് വീണ്ടും റീയൂസിന് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് കത്തി നശിച്ചു പോകില്ല, അത് വീണ്ടും റീസൈക്കിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഈ രീതി തന്നെയാണ് എന്ത് പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ പറയുന്നത്. എന്താണ് ആ പ്രോസസ് അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൊടുത്ത് ആ വേസ്റ്റിനെ മിനിമൈസ് ചെറുതാക്കി കൊണ്ടുവരും. വീണ്ടും ആ വേസ്റ്റിലുള്ള എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ റീയൂസിന് വേണ്ടിയിട്ട് റീസൈക്കിൾ ചെയ്യുമെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ആണ്. ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താ പറയുന്നത്? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു chemical design and production that aim at reducing the use and generation of dangerous substances. അതായത് നമുക്കറിയാം നമ്മളുടെ വീടുകളിൽ അല്ലെ, ഇപ്പോ ചില പഞ്ചായത്തുകളിലാണെങ്കിൽ തന്നെയും എന്താണ് നമ്മുടെ കിറ്റുകൾ അല്ലെ, പ്ലാസ്റ്റിക് കിറ്റ് നിരോധനം വരുത്തും. കാരണം എന്തുകൊണ്ട്? അത് കൂടുതൽ പ്രകൃതിക്ക് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അല്ലെ. അപ്പൊ എൻവയൺമെന്റിന് ചേർന്ന തരത്തിലുള്ള കവറുകൾ സാധാരണ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള രീതിയിലേക്ക് ആക്കി മാറ്റും. ആ ഒരു രീതിയാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിലാണെങ്കിലും വേസ്റ്റുകൾ വരുമ്പോൾ ആ വേസ്റ്റില് ഭൂരിഭാഗം പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വേസ്റ്റുകളാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ കുറയ്ക്കാനായിട്ട്, ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് to chemical design and production that aim at reducing the use of a generation of a dangerous substance. ഇപ്പൊ ഏത് രീതിയിൽ, ഇപ്പൊ ഇൻ കേസ് മെഡിസിനിലാണെങ്കിലും നമുക്കറിയാലേ, ചെറിയ പൗഡർ എന്തിലാണെങ്കിലും കെമിക്കലിന്റെ അംശംസ് കൂടുതലാണെങ്കിൽ അതെന്താണ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത് വേസ്റ്റ് ആയിട്ട് വരുമ്പോൾ. കെമിക്കൽ അല്ല, നാച്ചുറലി ആണെങ്കിൽ എന്താണ് അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡേഞ്ചറസ് അല്ല, നാച്ചുറൽ ആയിട്ട് കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് കണ്ടന്റിലാണെങ്കിലും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്തിനാണെങ്കിലും കെമിക്കൽസിന്റെ ആ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. This can help bring down the amount of dangerous waste produced, including leakage waste. അപ്പൊ അവിടെ നിന്ന് വരുന്ന വേസ്റ്റിലും എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ കുറവായിരിക്കും എന്നുള്ളത്. അതാണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ കൂടുതലായിട്ട് നേച്ചറിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റുകളിലും എന്താണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന വേസ്റ്റ് ആയിരിക്കും എന്ന്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. നിങ്ങൾ നോക്കുക, വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് പോയിന്റ്
ഗ്രീൻ കെമിസ്ട്രി ആണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? ടെക്നോളജി ഞാൻ പറഞ്ഞിട്ടില്ല. ഗ്രീൻ കെമിസ്ട്രി ആണോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഓക്കെ, ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റിഡ്യൂസിംഗ് ദ യൂസ് ആൻഡ്, അതായത് റെഡ്യൂസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് വരിക അതിന്റെ ഉപയോഗം, ഇതിന്റെ കെമിക്കലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളില് കെമിക്കലിന്റെ, അതായത് രാസവസ്തുക്കളുടെ ഒക്കെ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് വരിക. രീതിയിൽ അല്ലെ, നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്ത തരത്തിലുള്ള വസ്തുക്കളാവുമ്പോൾ എന്താണ്, രാസപ്രവർത്തനം കൂടുതൽ നടക്കും, അത് പ്രകൃതിക്ക് ദോഷകരമായി തീരും. അപ്പൊ രാസപരമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട്, ഇപ്പൊ ഇൻ കേസ് ഗ്ലൗസുകളാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന എന്തുകൾ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ഇതുകൾ ഉപയോഗിക്കും. ഇപ്പൊ ചെക്ക് എന്താണ് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ എടുക്കുന്ന ചെറിയ ചെറിയ ഇതുകളൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും സിറിഞ്ചാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ കണ്ടന്റ് കൂടുതലും നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള സംഭവങ്ങളുള്ള അടങ്ങുന്ന കണ്ടന്റ് കൂടുതലുള്ള രീതിയിലുള്ള സാധനങ്ങൾ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, പ്ലാസ്റ്റിക് കവറിന് പകരം നാച്ചുറലി ഉള്ള പേപ്പർ കവർ അല്ലെങ്കിൽ തുണി കൊണ്ടുള്ളതൊക്കെ ആവുമ്പോഴെന്താണ്, അത് പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ്. അതുമാതിരി തന്നെ ഹോസ്പിറ്റലിലെ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ വേസ്റ്റ് എടുക്കും. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വേസ്റ്റുകൾ ധാരാളം ഉണ്ടാവും. സാധാരണ രീതിയിൽ നമുക്കറിയാം ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നാച്ചുറലി എന്തായാലും ഉണ്ടാവും. ഇൻ കേസ് അല്ലാത്ത തരത്തിലുള്ള വസ്തുക്കളൊക്കെ ആവുമ്പോഴും, അല്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകൾ, ഗ്ലൗസുകളാണെങ്കിലും മറ്റേതെങ്കിലും ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും വസ്തുക്കളിലാണെങ്കിലും ധാരാളം എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. അല്ലാതെ കെമിക്കൽ കണ്ടന്റ് കൂടുതൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേസ്റ്റിലും എന്താണ് കെമിക്കൽ കണ്ടന്റ് കൂടുതലായിട്ട് വരും. അതാണ് ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്താണ് കെമിക്കലിന്റെ അംശം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, രാസവസ്തുക്കളുടെ അംശങ്ങൾ കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ ഒരു അപ്രോച്ച് സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എന്ന് പറയുന്നതിലും കുറച്ച് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയാണ് ഇതിൽ പറയുന്നത്. Okay, green chemistry is an approach to chemical design and production that aim at reducing the use and generation of dangerous substances. This can help bring down the amount of dangerous waste produced, including leakage waste. അപ്പൊ ആ ഒരു ഡേഞ്ചറസ് വേസ്റ്റ് അത് കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജി, നാനോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ചെറുതിലേക്ക് കൊണ്ടുവരിക, വലിയതാണെങ്കിൽ അത് ചെറുതിലേക്ക് എത്തിക്കുക. നാനോ ടെക്നോളജി ഈസ് ബീയിങ് ഡെവലപ്ഡ് ടു ഗിവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻ ഫോർ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം എൻവയൺമെന്റ് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ്. which includes village waste. For example, nanoparticles can be used selectively to bind hazardous substances, making them easier to eliminate and dispose of for safety. അതായത് നമ്മള് ബൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ബന്ധിക്കുക എന്നാണ് അർത്ഥം ചെയ്യുന്നത്. അതായത് ഹസാർഡ്സ് സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ ഈസിയർ ടു എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുന്ന തരത്തില് ചെറിയ ചെറിയ പദാർത്ഥങ്ങളാക്കുക. അപ്പൊ വലിയ ഒരു ഹസാർഡ്സ് വേസ്റ്റ് ആണ്, വലിയൊരു ഡേഞ്ചറസ് ഹസാർഡ് വേസ്റ്റ് ആയിട്ട് അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നാനോ ടെക്നോളജിയിൽ വരുന്നത്. അതായത് വലിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പ്ലാസ്മ ക്ലാസിഫിക്കേഷനിലൊക്കെ പറഞ്ഞു ചൂട് കൊടുത്തിട്ട് അതിനെ ചെറിയ കണ്ടന്റാക്കി വേസ്റ്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞ മാത്രമേ ഈ ടെക്നോളജിയിലും ഈ ഒരു ഇതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, വലിയ വേസ്റ്റുകൾ ഒരുപാട് ഡേഞ്ചറസ് ആയ ഒരുപാട് ഗുണ വേസ്റ്റുകളാണ് എങ്കിൽ അതിനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് നാനോ ടെക്നോളജിയിൽ ഉള്ളത്. which includes village waste. For example, nanoparticles can be used selectively to bind hazardous substance, making them easier to eliminate. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് മാറ്റുമ്പോൾ എന്താണ് ഈസി ആയിട്ട് നമുക്ക് അത് ഒഴിവാക്കി കളയാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും എന്നുള്ളത്.
ഓക്കെ, ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആണെന്ന് അറിയാം. അതിനെ എന്താണ് ഒന്ന് ബൈൻഡ് ചെയ്ത്, അതായത് ബന്ധിച്ച് എന്താണ് ചെറിയ ചെറിയ കണങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. വലിയ വലിയ വേസ്റ്റ് ആണെങ്കിൽ അതില് ഹസാർഡ്സ് ആയിട്ടുള്ള വേസ്റ്റിനെ ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി ഒന്നിച്ച് അല്ലെ, നമ്മളിപ്പോ തിരിച്ചിട്ട് വെക്കുക, വലിയ വലിയ വേസ്റ്റിനെ ചെറിയ കണങ്ങളാക്കി മാറ്റിയെടുക്കുക, അതിനുശേഷം എന്താ ഒന്നിച്ച് നശിപ്പിക്കാനായിട്ടുള്ള പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അതാണ് നാനോ ടെക്നോളജിയിൽ ചെയ്യുന്നത്. ഇതെന്താണ്, ഓരോരോ രീതികളാണ് ഇതിൽ പറയുന്നത്. എന്തായാലും സ്പില്ലേജ് വേസ്റ്റിന്റെ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് പുതിയ രീതികളിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. എന്തായാലും ഇതില് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. ഒന്ന് റോബോട്ടിക് ഓട്ടോമേഷൻ നമുക്കറിയാം. ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകരില് ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ഈ വേസ്റ്റുകളെല്ലാം എന്താണ് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഓരോ ബിന്നിലേക്ക് ഇടുമ്പോൾ സ്പീഡായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സുരക്ഷിതമായിരിക്കും. ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ വലിയ വേസ്റ്റുകളിലേക്ക് എന്താണ് നമ്മുടെ സൂക്ഷ്മജീവികളെ കൊണ്ട് തന്നെ അത് നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ്. പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ പറയുന്നത് ചൂട് കൊടുത്തുകൊണ്ട് വലിയ ഹസാർഡ് വേസ്റ്റിനെ ചെറുതാക്കി കൊണ്ടുവന്ന് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നതാണ്. പിന്നെ ഗ്രീൻ കെമിസ്ട്രിയിൽ എന്താ പറയുന്നത്, പ്രധാനമായിട്ടും അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കൂടുതൽ കണ്ടന്റ് എന്താണ് കെമിക്കല് ആവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നാച്ചുറൽ കെമിക്കലും കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് എങ്കിൽ വരുന്ന വേസ്റ്റിലും എന്താണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വേസ്റ്റുകളെ ഉണ്ടാവുകയുള്ളൂ. നാനോ ടെക്നോളജി എന്ന് പറയുന്നത് വലിയ ഒരു വേസ്റ്റുകളാണ് എങ്കിൽ അതിന് ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യുക, അതിനെ ആ വേസ്റ്റിനെ നശിപ്പിച്ച് കളയുന്ന രീതിയാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതോടുകൂടി നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് തിയറിയാണ്. ഞാൻ ഡയറ്ററി സർവീസ് നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞിരുന്നോ ഡയറ്ററി സർവീസും കൂടി എടുത്തു വെക്കണമെന്ന്? ഓക്കെ, അപ്പോ സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്നാണ്, സ്റ്റാർട്ട് ചെയ്തെങ്കിലും വെക്കാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മുടെ സ്പില്ലേജ് വേസ്റ്റിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ എടുത്തേലോ അല്ലെങ്കിൽ ഇതിനു മുന്നത്തെ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റെപ്പിലെ 4th പോയിന്റ് പറയാം. Use proper leakage containment materials. Leakage containment refers to the process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. That means spill containment. That means spill containment actually stopping and preventing a spill from spreading. അതായത് ഇതില് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്പില്ലേജ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്കിപ്പോ ഒരു ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ നമുക്കത് സ്പ്രെഡ് ചെയ്ത് പോകും അല്ലെ. നമുക്കൊരു വെള്ളം ഒരു വേസ്റ്റ് ആയിട്ടുള്ള പിന്നിൽ നിന്ന് എന്തെങ്കിലും തുളുമ്പി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഒഴുകി എല്ലായിടത്തേക്കും ഈ അണുക്കൾ നിറഞ്ഞ വെള്ളം ഒഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, തടഞ്ഞു വെക്കണം. ബൊക്കെയായിട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒഴുക്കിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തടഞ്ഞു വെക്കണം. നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോ ആദ്യ ടൈമിൽ എന്താണ് മൊത്തം അത് കവർ ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം കയ്യിലില്ല എന്ന് വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒഴുക്ക് നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും പാഡുകളെല്ലാം ആ ഭാഗത്തേക്ക് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തും.
ദെൻ അതിനുശേഷം നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കും. അപ്പൊ യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ആക്ച്വലി ഇത് മൊത്തത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി തന്നെ അത് അത് മൊത്തം വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകളോ തുണികളോ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇത് ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്താണ്, അത് ഇനിയും കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ അതിനാണ് ആദ്യം കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ്. അതൊരു പ്രവർത്തനമാണ്. ഇൻ വിച്ച് സ്പില്ലേജ് ഓർ ലീക്കേജ് ഓഫ് ലിക്വിഡ് ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, ലിക്വിഡ് പോലത്തെയുള്ള മെറ്റീരിയൽസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വേസ്റ്റുകൾ വരുമ്പോഴും is kept within a blockade. Kept within a blockade എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അതായത് ഇനിയും സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ദാറ്റ് മീൻസ് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിങ് സ്പിൽ ഫ്രം സ്പ്രെഡിങ്. ആക്ച്വലി നമുക്കത് നിർത്തി അല്ലെ, ആ ഒരു വേസ്റ്റ് നിർത്തി കളയണം. അതോടൊപ്പം തന്നെ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ? നമ്മള് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന്. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഞാൻ ആരോ വീണ്ടും ചോദിച്ചിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. എനിവേ നിങ്ങൾ നോക്കാം എന്താണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ആണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ല്. അതായത് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ചെറിയ രീതിയിലുള്ള സ്പില്ലേജ് വേസ്റ്റ് എന്താണ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണോ അല്ലെങ്കിൽ വലുതായിട്ട് സംഭവിച്ചതാണോ. അത് നമുക്കറിയാം സ്ഫോടനങ്ങൾ ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട് അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ് വരെ കെമിക്കൽ സ്പ്രെഡിങ് സംഭവിച്ചിട്ടുണ്ട്. അത് മോറാണെങ്കിൽ ഒരുപാട് ഉണ്ടായെങ്കിൽ കോച്ചാട്ടാണ് ഉദ്ദേശിച്ചത്. ഫ്ലോചാർട്ടില് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, അതില് ഫസ്റ്റ് നിങ്ങൾ നോട്ടിഫൈ അതേഴ്സിന് മൈനറിൽ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസറിന് പകരം നിങ്ങൾ നോട്ടിഫൈ അതേഴ്സ് എന്നുള്ളത് ആദ്യം ചേർത്ത് വയ്ക്കും. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. നോട്ടിഫൈ അതേഴ്സ് അതായത് മറ്റുള്ളവരെ അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക. ഓക്കെ, ഇനി എന്താണ് ബാക്കിത്തെ കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ. ഇപ്പൊ മേജറിലേക്ക് വരുമ്പോ നിങ്ങൾ ഇത് തന്നെ എഴുതി വെക്കുക, നോട്ടിഫൈ അതേഴ്സ്. ഒപ്പം തന്നെ ഈ പോയിന്റ് അങ്ങോട്ടേക്ക് വെക്കുക, കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അതായത് നമ്മൾ എമർജൻസി ആയിട്ട് നമ്മുടെ ഫയർഫോഴ്സ് പോലെയുള്ള വ്യക്തികളെ അറിയിക്കേണ്ടതുണ്ട് അല്ലെ. ഭയങ്കര മേജർ ആകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. പിന്നെ വ്യക്തിഗത ഏരിയ. അപ്പൊ മേജറിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. ആദ്യം തന്നെ നമ്മളിത് വലുതാണെന്ന് സംഭവിച്ചു അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണ് എല്ലാവരെയും അറിയിക്കണം. അവിടേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ കേസ് അവിടെ ഉള്ളവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താണ്, നോട്ടിഫൈ അതേഴ്സ് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അവര് എമർജൻസി ആയിട്ട് എന്താണ് ഫയർഫോഴ്സിനെ ആണെങ്കിൽ അവരെയാണെങ്കിൽ ആദ്യം അറിയിക്കും. ദെൻ എന്താണ്, എവിക്ട് ദ ഏരിയ. അവിടെ നിന്ന് എല്ലാവരും ഒഴിവാക്കുക. പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയ. ആ ഏരിയയിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം അപകടകരമായ ഒരു സംഭവമാണ് കെമിക്കൽ എന്ന് പറയുന്നത്. അത് ഇച്ചിരി കൂടി ചിലപ്പോ അപകടങ്ങൾ സംഭവിക്കും, ഒന്നിച്ച് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് എല്ലാവരെയും തന്നെ വെക്കേറ്റ് ചെയ്യിക്കുക. അത് മാത്രമല്ല മറ്റാരെയും അവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും എടുക്കുക. ഫയർഫോഴ്സിനെ ആണെങ്കിൽ അവരെ ആണെങ്കിൽ ആരെയാണോ അറിയിക്കേണ്ടത് എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കുക. ആദ്യം തന്നെ മേജർ ആണെന്ന്, അതാണ് ഇതിന്റെ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ്. മൈനർ ആണോ മേജർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. കാരണം കെമിക്കൽ ആയതുകൊണ്ട് മേജർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാർ ഒഴിപ്പിക്കേണ്ടതുണ്ട്. ആരേക്കും അവിടേക്ക് പ്രവേശിപ്പിക്കാനും പാടില്ല. ദെൻ ഫയർഫോഴ്സ് വന്നതിന് ശേഷം അവരായിരിക്കും എന്താണ് എമർജൻസി ആയിട്ട് വരുന്നവരായിരിക്കും ബാക്കിത്തെ നടപടികളെല്ലാം സ്വീകരിക്കുക. പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ് ദ ഏരിയ. വാച്ച് ഫോർ ഫയർ ഇഫ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. എന്തെങ്കിലും പൊട്ടിത്തെറികൾ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ആരെങ്കിലും എന്തായാലും അവര് വരുന്നവരേക്ക് നിരീക്ഷിക്കേണ്ടതുണ്ടാകും. അപ്പൊ അത് വേണ്ടിയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇൻ കേസ് നമുക്കറിയാലോ ഒരു തീപിടുത്തൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ്
പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കും. അവർ വരണ വരയ്ക്കും ഡേഞ്ചറസ് ആണെങ്കിലും അത് പരമാവധി നമ്മൾ എന്തെങ്കിലും വലിയ അപകടങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും പരമാവധി പറ്റാവുന്നത്രയും നമ്മൾ കരുതി വെക്കും. പറ്റാത്തത് വരുമ്പോഴേക്കുമാണ് അവർ വരുന്നവരേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. പിന്നെ അതാണ് ഉദ്ദേശിക്കുന്നത് വാച്ച് ഫോർ ഫയർ കിറ്റ് ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോഗ്രാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം, മൈനർ. അപ്പൊ നമ്മള് കണ്ടെത്തി എന്താണ് നോട്ടിഫൈ അതേഴ്സ്, മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇവിടെ ചെറിയ കെമിക്കൽസ് വേസ്റ്റ് അതായത് വന്നിട്ടുണ്ട്, ഐസൊലേറ്റ് ചെയ്യുക. അവിടെയും എന്താണ് അവിടെ തിരിച്ചിടുക, ഈ ഭാഗത്തേക്ക് ആരും പ്രവേശിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിടുക, അവിടേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് തന്നെ ആ ഒരു ചെറിയ ലീക്കേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവിടുത്തെ പ്രവർത്തകര് അവിടേക്ക് പ്രവേശിക്കുക. കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ എ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് ബേസ് അബ്സോർബന്റ് പാഡ്സ്. അതായത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കെമിക്കൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷൻസ് ആയ ആസിഡോ ആൽക്കലി അത് എത്രയോ പെർസെന്റേജ് ഒക്കെ ഉണ്ടാവും, അത് എത്രത്തോളം ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നേരത്തെ കൂട്ടി എന്തായാലും അതിനെ യോജിച്ച തീരുമാനം എടുക്കുന്ന പേഴ്സൺസ് അത് കൈകാര്യം ചെയ്ത് പറയും. അതനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ ഉപയോഗിക്കാം. ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്, അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നമുക്കറിയാം, ആ വേസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ് കൃത്യമായ രീതിയിൽ ബയോഹസാർഡ് എന്നല്ല കൃത്യമായി ഹസാർഡ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ഏരിയ, എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ അണുവിമുക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ റേസ് ഇൻസിഡൻസ് ഫോംസ്, നമുക്കറിയാം എന്തെങ്കിലും ഫോമുകൾ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്ന രീതിയിലാണ് ചെറിയ രീതിയിലുള്ള കെമിക്കൽസ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അത് ഇന്ന രീതിയിലാണ് നമ്മളിത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും തയ്യാറാക്കി വെക്കുക. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും പറഞ്ഞോളൂ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഭാഗം എടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഉള്ളൂ. എന്തായാലും വില്ലേജ് വേസ്റ്റില് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡയറ്റ് സർവീസുകൾ അത് എന്തായാലും എടുക്കാം. ഡയറ്റ് സർവീസ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇതാണല്ലോ, കാരണം അല്ലെ ഭക്ഷണക്രമം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഡോക്ടേഴ്സ് മെഡിസിൻസ് തരുന്നതോടൊപ്പം തന്നെ രോഗത്തിന്റെ അസുഖത്തിനെ ബേസ് ചെയ്തിട്ട് ഭക്ഷണക്രമങ്ങളും കൂടി ചിലപ്പോഴൊക്കെ ഡയറ്റീഷ്യന്റെ കൃത്യമായ നിലപാടനുസരിച്ച് തന്നെ മാത്രമേ രോഗത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, നമ്മൾ മെഡിസിൻ മാത്രം കഴിച്ചത് കൊണ്ട് മാത്രം രോഗം മാറണമെന്നുമില്ല. കൃത്യമായിട്ടുള്ള ഡയറ്റീഷ്യൻസ് നടത്തിയിരിക്കുക, അതായത് അവര് പറയുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ. ചിലപ്പോ എന്താണ് ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിലും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മൾ ഹൈ പ്രഷർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പ് റിഡ്യൂസ് കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തേല് എന്തെങ്കിലും ഡൗട്ടുകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും തുടങ്ങി വെക്കാനായിട്ടുള്ള 3 മിനിറ്റ് കൊണ്ടൊന്നും പറ്റില്ല. ഡയറ്ററി സർവീസ് എന്തായാലും നിങ്ങൾ എടുക്കാം. 1-2 ക്ലാസ് കൊണ്ട് തന്നെ അത് തീർക്കാൻ പറ്റുമായിരിക്കും. അധികം വലിയ ചാപ്റ്റർ അല്ലാതെ. പിന്നെ നമുക്ക് CSSB ഉണ്ട്, ഒരേ ഇതുപോലെ എടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഡയറ്ററി സർവീസ് കഴിഞ്ഞിട്ട് എടുക്കാം. എന്താ ഡൗട്ടുകളൊന്നും ഇല്ല എങ്കിൽ എന്നാ ക്ലോസ് ചെയ്യില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ വില്ലേജ് വേസ്റ്റ്? ഇല്ല എങ്കിൽ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ ഡയറ്ററി സർവീസിനകത്തേക്ക് ഇത് ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ ആരെങ്കിലും കയ്യില് PDF ഇല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും
Okay, thank you. Thank you, Miss. Thank you, ma'am. Thank you, ma'am.